ബോബി ചെമ്മണ്ണൂർ കേസിൽ നിർണായകമായത് നടി ഹണി റോസിന്റെ രഹസ്യമൊഴിയാണെന്ന് കൊച്ചി DCP അശ്വതി ജിജി. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റങ്ങൾ സമ്മതിച്ചില്ല. പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളെല്ലാം ശക്തമായിരുന്നു. ആരാധകരുടെ പ്രതിഷേധം എന്തിനാണെന്ന് അറിയില്ല എന്നും DCP 24-നോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ്. പരാതിയിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ സെക്ഷനും ഇട്ടത്. ബാക്കി പ്രതി ഒരിക്കലും സമ്മതിക്കില്ലല്ലോ ഞാൻ ചെയ്തു എന്നുള്ളത്. സ്റ്റേറ്റ്മെൻറ്റിലുണ്ടല്ലോ. ജയിലിലാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് ബാക്കി പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കൂടുതൽ വിശദാംശങ്ങളുമായി YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അശ്വതി ജിജി DCP സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായ ശക്തമായ തെളിവുകളുണ്ട്. പോലീസിന് തീർച്ചയായിട്ടും ഇത് ഈ കേസിന് ഉറപ്പ് നൽകുന്ന തെളിവുകളാണ്. ഒപ്പം തന്നെ ഈ അന്വേഷണം ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത? എന്തൊക്കെ കാര്യങ്ങളാണ് DCP വ്യക്തമാക്കിയത്? ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് സ്മിത. ബോബി ചെമ്മണ്ണൂരിന്റെ കുരുക്ക് മുറുക്കിക്കൊണ്ടുള്ള പ്രോസിക്യൂഷന്റെ കൃത്യമായ ഒരു സമർപ്പണമായിരുന്നു ഇന്നലെ കോടതിയിൽ ഉണ്ടായിരുന്നത്. അത് സാധൂകരിക്കുന്ന വിധിയായിരുന്നു. ഇന്നലെ 14 ദിവസത്തേക്ക് റിമാൻഡ് എന്ന വിധി വന്നത്. വിധിക്ക് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂർ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പരിശോധനയിൽ തൃപ്തികരമാണെന്ന് ചൂണ്ടിക്കാട്ടി പിന്നീട് കാക്കനാട്ട് ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും അശ്വതി ജിജി ഇന്നലെ 24-നോട് പ്രതികരിക്കുകയും ചെയ്തു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാം പ്രോസിക്യൂഷന് സാധൂകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ പോലീസിന് കൈമാറാൻ സാധിച്ചുവെന്ന് അശ്വതി ജിജി പറഞ്ഞു. ഒപ്പം തന്നെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ നേരത്തെ തന്നെ ഹണി റോസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ആ FIR പ്രത്യേകമായി അന്വേഷിക്കും. അങ്ങനെ കൃത്യമായി തന്നെയുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നും അശ്വതി ജിജി പറഞ്ഞു. ആരാധകരുടെ പ്രതിഷേധം ഏത് വിധത്തിനുണ്ടായതെന്ന് അറിയില്ല. പ്രതി ഒരിക്കലും ഇതുമായി ബന്ധപ്പെട്ട് പലതവണ പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും പ്രതികരിക്കുവാൻ കൃത്യമായ ഒരു ഉത്തരം ഒന്നിനും നൽകിയിട്ടില്ല. പക്ഷേ ഡിജിറ്റൽ തെളിവുകളാണ് നിർണായകമായത്. ഒപ്പം തന്നെ ഈ കേസിന് പിന്നാലെ ഈ ജില്ലാ കോടതിയിൽ ഹണി റോസിന്റെ രഹസ്യമൊഴി എടുത്തിരുന്നു. ഈ രഹസ്യമൊഴിയും ഡിജിറ്റൽ തെളിവുകളുമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കുരുക്ക് മുറുകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നും കൊച്ചി DCP അശ്വതി ജിജി 24-നോട് പറഞ്ഞു. ഇനി റിമാൻഡിലിരിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ചേരുന്നതും ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിൽ വേണമോ എന്നുള്ളത് അത് ആലോചനയിലൂടെ മാത്രമേ തീരുമാനം ഉണ്ടാകുള്ളൂ എന്നും DCP വ്യക്തമാക്കി. എന്തായാലും പോലീസിന് കൃത്യമായി തന്നെ സമർത്ഥമായി തന്നെ ഹണി റോസിന്റെ രഹസ്യമൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷന് വാദം അത് കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കും. ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ ഹൈക്കോടതി നേരിട്ട് സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. അതിനെ സ്ഥിരീകരിക്കത്തേ ഉള്ളൂ. കാരണം ജില്ലാ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ തന്നെ നേതൃത്വത്തിൽ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിക്കുവാനുള്ള തീരുമാനം. ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ വലിയ രോഷത്തിലാണ് ഇപ്പോഴും. ആരൊക്കെയോ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ആരാധകരും ബോച്ചയും വ്യക്തമാക്കുന്നത്. പക്ഷേ ഡിജിറ്റൽ തെളിവുകളും ഹണി റോസിന്റെ രഹസ്യമൊഴിയും ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ ദ്വയാർത്ഥം എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതിനാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നത്. സ്മിത. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.